ചേട്ടാ ആം ആദ്മി പാർട്ടിയിലായിരുന്നപ്പോൾ അദ്ദേഹം രാജ്യസഭയിൽ നടത്തിയ പ്രസംഗങ്ങളിൽ പലതും സാധാരണക്കാരായ മനുഷ്യരെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും, എയർപോർട്ടിലെ മുട്ട പപ്സിന് വില കൂടുതലാണ്, എയർപോർട്ടിൽ ചായക്ക് വില കൂടുതലാണ്. ഇതൊക്കെയാണോ രാജ്യസഭയിൽ പ്രസംഗിക്കേണ്ട കാര്യം തോന്നും. പക്ഷേ നമ്മൾ എയർപോർട്ടിൽ കാരണം ഇന്ന് സാധാരണക്കാർ, മൈഗ്രൻ്റ് ലേബേഴ്സ് വരെ ഫ്ലൈറ്റിലാണ് നാട്ടിലേക്ക് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ടെങ്കിലും ജോലി സ്ഥലത്തേക്ക് പോയി ചെയ്യുന്ന സന്ദർഭമാണിത്. നമ്മൾ എയർപോർട്ടിൽ ഒരു 2 മണിക്കൂർ നിന്നു, വിശന്നാൽ നമ്മൾ പെട്ടുപോകും. ആ മാതിരി ചാർജാണ്. അപ്പോൾ അത്തരം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അദ്ദേഹം രാജ്യസഭയിൽ ഉന്നയിച്ചു. അതായിരുന്നു അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പെനിട്രേഷൻ ആയി കൊടുത്തൊരു പ്രസംഗം. അത് ഒരു വിഷയമാണ്. അതിൽ കേന്ദ്ര സർക്കാർ ഇടപെടുകയും അത്തരത്തിൽ വില കുറഞ്ഞ ഭക്ഷണം ലഭ്യമാക്കുന്ന സ്ഥാപനങ്ങൾ എയർപോർട്ടുകളിൽ കൊണ്ടുവരികയും ചെയ്തു. അത് വലിയൊരു മാറ്റമായിരുന്നു. മറ്റൊന്ന് ഈ ടെലികോം കമ്പനികളുടെ കൊള്ളയെക്കുറിച്ചാണ്. 28 ദിവസത്തെ പാക്കേജ്, നമ്മൾ 1 മാസത്തെ കാശ് വാങ്ങിയിട്ട് 28 ദിവസത്തെ നമുക്ക് സർവീസ് തരുന്നുള്ളൂ. ഒരു വർഷമാകുമ്പോൾ 1 മാസത്തെ റീചാർജ് കൂടുതലായി ടെലികോം കമ്പനികൾ വാങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട്. അതിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇതൊക്കെ യഥാർത്ഥ റിയൽ ഇഷ്യൂ ആണല്ലോ. ഇതൊന്നും ആരും പറയുന്നില്ല. നമ്മൾ ഫാഷിസത്തെക്കുറിച്ച് ഘോരഘോരം പ്രതിപക്ഷം സംസാരിക്കുമ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന നേരിട്ടുള്ള പ്രശ്നങ്ങൾ, ഇത്തരം പ്രശ്നങ്ങൾ ജൻസിയെ വലിയ സ്വാധീനിച്ചു. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുകയും യൂത്ത് വളരെയധികം ആ പ്രസംഗങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിങ്ങനെ നടക്കുമ്പോഴാണ് മറുവശത്ത് ചഡ്ഡയ്ക്കെതിരെ വലിയ തോതിലുള്ള വിമർശനം ഉയരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നാണ്. അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോഴോ പുറത്തിറങ്ങുമ്പോഴോ ഒന്നും അദ്ദേഹത്തെ കാണാനില്ല. കെജ്രിവാളിൻ്റെ ജയിൽവാസത്തെ പറ്റിയോ കേന്ദ്ര ഏജൻസികൾ ആ പാർട്ടിയെയും നേതാക്കളെയും വേട്ടയാടുന്നതിനെ കുറിച്ച് ഒരു അക്ഷരം പാർലമെന്റിനകത്തോ പുറത്തോ അദ്ദേഹം മിണ്ടുന്നില്ല. അപ്പോൾ ഇത് നടത്തുന്ന ഒരു സോഫ്റ്റ് PR വർക്കാണ്. അദ്ദേഹത്തിൻ്റെ പോക്ക് ശരിയല്ല എന്ന് നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടിയിൽ വിമർശനമുണ്ട്. നമ്മൾ മുമ്പ് തന്നെ ഇദ്ദേഹത്തെ പുറത്താക്കിയ സമയത്ത് തന്നെ നമ്മളിവിടെ പറഞ്ഞതാണ്, ഇദ്ദേഹം BJP ചേരുന്നു അല്ലേ, ഓർക്കുന്നുണ്ടോ? ഇത്ര ഒരു ലോഡോടെ കൊണ്ടുപോകുന്ന നമ്മൾ വിചാരിച്ചു. ലോഡോടെ കൊണ്ടുപോകുന്നല്ല വിചാരിച്ചു. ഇത്ര പെട്ടെന്നാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്ര പെട്ടെന്ന് പോകുന്നു വിചാരിച്ചില്ല. BJPയിലേക്കുള്ള കാരണം ആ ഒരു പൊളിറ്റിക്കൽ ബിഹേവിയർ കാണുമ്പോൾ അറിയാം. ഒരു ഫാഷിസ്റ്റ് സർക്കാർ തങ്ങളുടെ പാർട്ടി സ്ഥാപകനെ ഉൾപ്പെടെ, ഒരു മുഖ്യമന്ത്രി ഉൾപ്പെടെ ജയിലിലടയ്ക്കുന്നു, കള്ളക്കേസുണ്ടാക്കി വേട്ടയാടുമ്പോൾ അതേക്കുറിച്ച് ഒരു MP ഒരക്ഷരം പോലും പാർലമെന്റിൽ പറയില്ല എന്ന് മാത്രമല്ല, പഫ്സിന്റെ വിലയെക്കുറിച്ച്, അത് വിഷയമല്ല എന്നല്ല ഞാൻ പറയുന്നത്, പഫ്സിന്റെ വിലയെക്കുറിച്ച് സംസാരിച്ചാൽ അതിൽ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട്. ആ പ്രശ്നമാണ് അദ്ദേഹത്തെ BJPയിലേക്ക്. അദ്ദേഹം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ് BJP പോകാൻ. അതൊരു സമയത്ത് പോയി എന്നേ ഉള്ളൂ.